disrespect my wife again, I will end you. എന്തിനാണ് വിൽ എല്ലാവരെയും ഇത്രയും വെറുപ്പിക്കുന്നത്? ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്ന ബുദ്ധിശക്തി ഉണ്ടായിട്ടും എന്തിനാണ് ഒരു കോളേജിൽ തൂപ്പുകാരനായി ജോലി ചെയ്യുന്നത്? It's me, Will. Remember we went to kindergarten together? വർഷങ്ങൾക്ക് ശേഷം കണ്ട ബാല്യകാല സുഹൃത്തിനെ എന്തിനെത്ര ക്രൂരമായി മർദ്ദിക്കുന്നു? അവനോട് അടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും എന്തിനാണ് അവൻ മനഃപൂർവ്വം അകറ്റി നിർത്തുന്നത്? നമുക്ക് വിശദമായി കഥയിലേക്ക് കടക്കാം. വിൽ ഹണ്ടിങ് എന്ന യുവാവ് ലോകപ്രശസ്തമായ MIT യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ അവൻ അവിടുത്തെ വിദ്യാർത്ഥിയല്ല, കെട്ടിടം വൃത്തിയാക്കുന്ന ജോലിക്കാരൻ മാത്രമാണ്. ഒരു ദിവസം ഗണിതശാസ്ത്ര പ്രൊഫസർ ലാംബോ വിദ്യാർത്ഥികൾക്ക് ഒരു വെല്ലുവിളി നൽകുന്നു. ക്ലാസ് മുറിക്ക് പുറത്തുള്ള ബോർഡിൽ വളരെ കഠിനമായ ഒരു ഗണിത പ്രശ്നം എഴുതിയിട്ട് സെമസ്റ്റർ തീരുന്നതിന് മുൻപ് അത് പരിഹരിക്കുന്നവരുടെ പേര് സർവകലാശാലയുടെ മാസികയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പലരും പ്രശ്നം നോക്കിയെങ്കിലും ആരും അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും ധൈര്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന വിൽ ആ പ്രശ്നം ശ്രദ്ധിക്കുന്നു. അന്ന് രാത്രി വീട്ടിലെ കണ്ണാടിയിൽ കണക്കുകൾ എഴുതി അവൻ ആ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങുന്നു. ജോലി കഴിഞ്ഞപ്പോൾ എല്ലാ കണക്കുകളും മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ആളൊഴിഞ്ഞ സമയത്ത് വിൽ ശാന്തമായി ബോർഡിനരികിലെത്തി പ്രശ്നത്തിന്റെ ശരിയായ ഉത്തരം എഴുതുന്നു. ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ ജോലിയിലേക്ക് മടങ്ങുന്നു. MITയിലെ പ്രൊഫസർ ലാംബോ ആരോ ആ കഠിനമായ ഗണിത പ്രശ്നം പൂർണ്ണമായും ശരിയായി പരിഹരിച്ചെന്നറിയുന്നു. ഉത്തരം കണ്ട അദ്ദേഹം അതിശയിച്ചു പോകുന്നു. പക്ഷെ അത് എഴുതിയത് ആരാണെന്ന് ആർക്കും അറിയില്ല. പിന്നീട് വില്ലും ചക്കിയും കൂട്ടുകാരും ചേർന്ന് ഒരു ബേസ്ബോൾ മത്സരം കാണാൻ പോകുന്നു. അവിടെ വിൽ തന്റെ സ്കൂൾ കാലത്തെ ശത്രുവായ കാർമൈനിനെ തിരിച്ചറിയുന്നു. അല്പസമയത്തിന് ശേഷം കാർമൈനും കൂട്ടുകാരും ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് അവർ കാണുന്നു. അത് തടയാൻ വില്ലും ചക്കിയും ഇടപെടുന്നു. ചെറിയ തർക്കം വലിയ അടിപിടിയായി മാറുന്നു. പോലീസ് എത്തിയിട്ടും വിൽ കാർമൈനെ അടിക്കുന്നത് നിർത്തുന്നില്ല. പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഒരു പോലീസുകാരനെയും അവൻ ആക്രമിക്കുന്നു. അതോടെ വില്ലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ഇതിനിടെ MITയിൽ പ്രൊഫസർ ലാംബോ വീണ്ടും ക്ലാസ് എടുക്കുന്നു. ആദ്യത്തെ പ്രശ്നം പരിഹരിച്ച വിദ്യാർത്ഥി മുന്നോട്ട് വരാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷെ ആരും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിലും കഠിനമായ മറ്റൊരു ഗണിത പ്രശ്നം ബോർഡിൽ എഴുതുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിൽ അടുത്ത ആഴ്ച കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്ന് ചക്കിയോട് പറയുന്നു. അതിനുശേഷം വിൽ വീണ്ടും MITയിൽ എത്തുന്നു. ഈ തവണ രണ്ടാമത്തെ ഗണിത പ്രശ്നവും പരിഹരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ലാംബോയും സഹായി ടോമും അവിടെ എത്തുന്നത്. ആരോ ബോർഡിൽ കുത്തിവരയ്ക്കുകയാണെന്ന് കരുതി ലാംബോ വില്ലിനെ ശകാരിക്കുന്നു. ഒന്നും പറയാതെ വിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. പക്ഷെ ബോർഡിലേക്ക് നോക്കി ലാംബോ ഞെട്ടിപ്പോകുന്നു. അത് കുത്തിവരയായിരുന്നില്ല. താനും സഹപ്രവർത്തകരും 2 വർഷമെടുത്ത് പരിഹരിച്ച അതികഠിനമായ ഗണിത പ്രശ്നത്തിന്റെ ശരിയായ ഉത്തരമായിരുന്നു അത്. അതിനുശേഷം വില്ലും കൂട്ടുകാരും ഹാർഡ്വേർഡിന് സമീപമുള്ള ബാറിലെത്തുന്നു. അകത്ത് കയറിയ ഉടൻ ചക്കി 2 പെൺകുട്ടികളോട് സംസാരിക്കാൻ പോകുന്നു. താൻ ഹാർഡ്വേർഡ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്യാൻ അവൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ക്ലാർക്ക് എന്ന വിദ്യാർത്ഥി അവിടെ എത്തുന്നത്. ചക്കയുടെ കള്ളം മനസ്സിലാക്കിയ അവൻ ചരിത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുനിന്ന വിൽ മുന്നോട്ട് വരുന്നു. ക്ലാർക്ക് പറയുന്ന ഓരോ കാര്യവും ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് വരെ വിൽ പറഞ്ഞു തരുന്നു. സ്വന്തം അഭിപ്രായമല്ല, മറ്റുള്ളവരുടെ ആശയങ്ങൾ മാത്രം ആവർത്തിച്ചാണ് ക്ലാർക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അവൻ തുറന്നു പറയുന്നു. ക്ലാർക്കിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അവസാനം ക്ലാർക്ക് തനിക്കെങ്കിലും ഒരു ഡിഗ്രി കിട്ടുമെന്നും വിൽ ജീവിതകാലം മുഴുവൻ ബർഗർ കൊടുത്തുകൊണ്ടിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ വിൽ ചിരിച്ചുകൊണ്ട് അതൊന്നും പ്രശ്നമല്ലെന്നും പക്ഷെ താൻ മറ്റൊരാളുടെ ചിന്തകൾ മാത്രം ആവർത്തിക്കുന്ന ആളാകില്ലെന്നും മറുപടി നൽകുന്നു. ഇതെല്ലാം കണ്ടുനിന്ന് സ്കൈലർ എന്ന പെൺകുട്ടി വില്ലിന്റെ അടുത്തേക്ക് വരുന്നു. ഇത്രയും നേരം വിൽ സംസാരിക്കാൻ വരുമെന്ന് കരുതി കാത്തിരുന്നുവെന്നും ഇനി വീട്ടിലേക്ക് പോകേണ്ട സമയമായെന്നും അവൾ തമാശയായി പറയുന്നു. പോകുന്നതിന് മുൻപ് അവൾ തന്റെ ഫോൺ നമ്പർ വില്ലിന് നൽകി. ഒരിക്കൽ കോഫി കുടിക്കാൻ വരാമെന്ന് പറയുന്നു. സന്തോഷത്തോടെ വിൽ സമ്മതിക്കുന്നു. പുറത്തിറങ്ങിയ ശേഷം വിൽ വീണ്ടും ക്ലാർക്കിനെ കളിയാക്കി സ്കൈലറുടെ ഫോൺ നമ്പർ കാണിക്കുന്നു. അടുത്ത ദിവസം പ്രൊഫസർ ലാംബോയും സഹായി ടോമും വില്ലിനെ കുറിച്ച് അന്വേഷിക്കാൻ MITയിലെ സൂപ്പർവൈസറെ കാണുന്നു. വിൽ വിദ്യാർത്ഥിയല്ലെന്നും പരോൾ ഓഫീസറുടെ സഹായത്തോടെയാണ് അവിടെ ജോലി കിട്ടിയതെന്നും അവർ അറിയുന്നു. അതോടൊപ്പം വില്ലിന്റെ പരോൾ ഓഫീസറുടെ വിവരങ്ങളും അവർ വാങ്ങുന്നു. ഇതിനിടെ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ വിൽ കോടതിയിൽ ഹാജരാകുന്നു. സ്വന്തം കേസ് സ്വയം വാദിച്ച വിൽ പഴയ നിയമങ്ങളും ഭരണഘടനയും ചൂണ്ടിക്കാട്ടി കേസ് തള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ജഡ്ജ് വില്ലിന്റെ പഴയ കേസുകളുടെ പട്ടിക പുറത്തെടുക്കുന്നു. അടിപിടി, മോഷണം, മറ്റൊരാളായി നടിക്കൽ തുടങ്ങി പല കേസുകളിലും മുൻപ് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ തവണ അത് നടക്കില്ലെന്ന് പറഞ്ഞ് വില്ലിനെ ജയിലിലേക്ക് അയക്കുകയും വലിയ ജാമ്യത്തുക നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കോടതിയിൽ നിന്ന് പ്രൊഫസർ ലാംബോ കാണുന്നുണ്ടായിരുന്നു. വീണ്ടും ജയിലിലെത്തിയ വിൽ ബാറിൽ കണ്ട് സ്കൈലറെ വിളിക്കുന്നു. വൈകിയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച ശേഷം ഒരിക്കൽ അവളുമായി പുറത്തു പോകാമോ എന്ന് ചോദിക്കുന്നു. സ്കൈലർ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പ്രൊഫസർ ലാംബോ ജയിലിൽ വില്ലിനെ കാണാൻ എത്തുന്നു. ജഡ്ജുമായി സംസാരിച്ചിട്ടുണ്ടെന്നും 2 നിബന്ധനകൾ പാലിച്ചാൽ വില്ലിനെ പുറത്തിറക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഒന്നാമത്തേത് എല്ലാ ആഴ്ചയും ലാംബോയ്ക്കൊപ്പം ഗണിത പ്രശ്നങ്ങളിൽ ജോലി ചെയ്യണം. രണ്ടാമത്തേത്
പറയുന്നത് സ്ഥിരമായി ഒരു തെറാപ്പിസ്റ്റിനെ കാണണം, ഇല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ഗണിതത്തിൽ ജോലി ചെയ്യാൻ വിൽ ഉടൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു തെറാപ്പിസ്റ്റിനെയും കാണില്ലെന്ന് അവൻ ഉറച്ചു പറയുന്നു. അതിനുശേഷം എല്ലാ ആഴ്ചയും വിൽ പ്രൊഫസർ ലാംബോയ്ക്കൊപ്പം ഗണിത പ്രശ്നങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. വളരെ കഠിനമായ കണക്കുകളും സിദ്ധാന്തങ്ങളും അവൻ വളരെ എളുപ്പത്തിൽ പരിഹരിക്കുന്നത് കണ്ട് ലാംബോ വീണ്ടും അത്ഭുതപ്പെടുന്നു. അതേസമയം കോടതി പറഞ്ഞതുപോലെ തെറാപ്പിക്കും പോകേണ്ട സമയം വരുന്നു. ആദ്യത്തെ തെറാപ്പിസ്റ്റിന്റെ അടുത്തെത്തിയ വിൽ ചികിത്സയെ ഒട്ടും ഗൗരവമായി എടുക്കുന്നില്ല. പുസ്തകങ്ങളെ കളിയാക്കുകയും തെറാപ്പിസ്റ്റിനെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ദേഷ്യപ്പെട്ട തെറാപ്പിസ്റ്റ് ഇനി വില്ലിനെ കാണില്ലെന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. അടുത്ത ദിവസം മറ്റൊരു തെറാപ്പിസ്റ്റ് വരുന്നു. ഹിപ്നോസിസ് ഉപയോഗിച്ച് വില്ലുമായി സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷെ വിൽ വീണ്ടും തമാശ പറഞ്ഞും കളിയാക്കിയും ആ സെഷനും തകർക്കുന്നു. ആ തെറാപ്പിസ്റ്റും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ട ലാംബോ നിരാശനാകുന്നു. അപ്പോൾ സഹായി ടോം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ലാംബോ പറയുന്നു. കോളേജ് കാലത്തെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷോൺ മക്വയർ. വില്ലിനെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ലാംബോ വിശ്വസിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഷോണിനെ ലാംബോ കാണാൻ പോകുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് വില്ലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും ലോകത്തെ വിസ്മയിപ്പിച്ച ഗണിത പ്രതിഭ ശ്രീനിവാസ രാമാനുജനുമായി വില്ലിനെ ലാംബോ താരതമ്യം ചെയ്യുന്നു. വില്ലിന് അസാധാരണമായ കഴിവുണ്ടെന്നും പക്ഷെ സ്വന്തം സ്വഭാവം കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്നും പറയുന്നു. ആദ്യം ഷോൺ മടിച്ചെങ്കിലും ഒടുവിൽ വില്ലിനെ കാണാൻ സമ്മതിക്കുന്നു. ആദ്യ സെഷനായി വിൽ ഷോണിന്റെ ഓഫീസിലെത്തുന്നു. ലാംബോയെയും ടോമിനെയും പുറത്തേക്ക് അയച്ച ശേഷം ഇരുവരും മാത്രം സംസാരിക്കാൻ തുടങ്ങുന്നു. ഓഫീസിലെ പുസ്തകങ്ങൾ കണ്ട വിൽ തമാശ പറയാൻ തുടങ്ങുന്നു. പിന്നീട് ഷോൺ വരച്ച ഒരു ചിത്രം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ചിത്രം നോക്കി അത് വരച്ച ആളിന്റെ മനസ്സിനെ കുറിച്ച് വിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഷോൺ ആദ്യം ശാന്തമായി കേൾക്കുന്നു. പക്ഷെ പിന്നീട് വിൽ ഷോണിന്റെ ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നു. തെറ്റായ സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്നും ഭാര്യ മറ്റൊരാളോടൊപ്പം പോയിരിക്കുമെന്നും ഒക്കെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റ് വില്ലിന്റെ കഴുത്തിൽ പിടിക്കുന്നു. എന്റെ ഭാര്യയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇനി പറയരുത്. ഷോണിന്റെ മുഖത്ത് ദേഷ്യം കണ്ടിട്ടും വിൽ പേടിക്കുന്നില്ല. ക്ലോക്ക് നോക്കി സമയം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് അവൻ ശാന്തമായി പുറത്തേക്ക് നടക്കുന്നു. അകത്തേക്ക് വന്ന ലാംബോ ഷോൺ ഇനി വില്ലിനെ കാണില്ലെന്ന് കരുതുന്നു. പക്ഷെ അടുത്ത സെഷനിലും വിൽ വരണമെന്ന് ഷോൺ പറയുന്നു. അന്ന് രാത്രി ഷോൺ ഒറ്റയ്ക്കിരുന്ന് വിൽ പറഞ്ഞ ഓരോ വാക്കും ഓർത്തുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. അതേസമയം വിൽ ആദ്യമായി സ്കൈലാറോടൊപ്പം ഒരു ഡേറ്റിന് പോകുന്നു. ഇരുവരും ഒരു കോസ്റ്റ്യൂം ഷോപ്പിൽ കയറി തമാശ പറഞ്ഞും വേഷങ്ങൾ പരീക്ഷിച്ചും സമയം ചെലവഴിക്കുന്നു. സംസാരത്തിനിടെ സ്കൈലാർ ഇംഗ്ലണ്ടിൽ പഠിച്ചതും ഇപ്പോൾ ഹാർവാർഡിൽ പഠിക്കുന്നതും പഠനം കഴിഞ്ഞാൽ സ്റ്റാൻഫോർഡിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്നതുമെല്ലാം വില്ലിനോട് പറയുന്നു. ശേഷം ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അടുത്ത സെഷനായി വിൽ വീണ്ടും ഷോണിനെ കാണാൻ എത്തുന്നു. ഈ തവണ ഓഫീസിലിരിക്കാതെ ഷോൺ അവനെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്ന ശേഷം കഴിഞ്ഞ ദിവസം വിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് താൻ രാത്രി മുഴുവൻ ആലോചിച്ചിരുന്നുവെന്ന് ഷോൺ പറയുന്നു. അതിനുശേഷം ഷോൺ വില്ലിന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നീ അനാഥനാണ്. അതിനെക്കുറിച്ച് ഞാൻ എത്ര പുസ്തകം വായിച്ചാലും നിന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകില്ല. അതുപോലെ നിനക്കും എന്നെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് കരുതാൻ പറ്റില്ല. നീ അസാധാരണമായ ഒരു പ്രതിഭയാണ്. പക്ഷെ നിന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ നീ പേടിക്കുന്നു. നീ ആരാണെന്ന് പറയാൻ തയ്യാറാകുന്ന ദിവസം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അത്രയും പറഞ്ഞ ശേഷം ഷോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വിൽ ഒന്നും പറയാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഷോണിന്റെ വാക്കുകൾ ആദ്യമായി അവനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിൽ വീണ്ടും ഷോണിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ തവണ ഇരുവരും ഒന്നും സംസാരിക്കുന്നില്ല. വിൽ സിഗരറ്റ് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോൺ അത് അനുവദിക്കുന്നില്ല. മുഴുവൻ സെഷനും ഇരുവരും മിണ്ടാതിരിക്കുന്നു. സെഷൻ കഴിഞ്ഞ ശേഷം ഷോൺ ലാംബോയോട് പറയുന്നു വിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഇതും ഒരു പുരോഗതിയാണെന്ന്. അവൻ പതിയെ തുറന്നു വരുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും ഷോൺ പറയുന്നു. ഇതിനിടെ മറ്റൊരു ഗണിതശാസ്ത്ര പ്രൊഫസറുമായി ലാംബോ ഒരു പുതിയ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം ഇല്ലെന്നാണ് ആ പ്രൊഫസർ പറയുന്നത്. പക്ഷെ വിൽ ശാന്തമായി തന്റെ പരിഹാരം കൈമാറുന്നു. അതുകണ്ട് എല്ലാവരും അമ്പരക്കുന്നു. ആ പ്രൊഫസർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. ലാംബോ അഭിമാനത്തോടെ വില്ലിനെ നോക്കി നിൽക്കുന്നു. അടുത്ത തെറാപ്പി സെഷനിൽ വിൽ തന്നെയാണ് ആദ്യം സംസാരിക്കാൻ തുടങ്ങുന്നത്. ഒരു വിമാനത്തെക്കുറിച്ചുള്ള തമാശ പറഞ്ഞ് ഇരുവരും ചിരിക്കുന്നു. പിന്നീട് സ്കൈലറെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അവളെ വീണ്ടും കാണാൻ പേടിയാണെന്ന് വിൽ സമ്മതിക്കുന്നു. അവൾ ഇപ്പോൾ തനിക്ക് പറ്റിയ ആളാണെന്ന് തോന്നുന്നുവെന്നും കൂടുതൽ അടുത്താൽ ഒരു ദിവസം അവളുടെ കുറവുകൾ കാണുകയും ബന്ധം തകരുകയും ചെയ്യുമെന്ന ഭയമാണ് തനിക്കുള്ളതെന്നും അവൻ പറയുന്നു. അത് കേട്ട ഷോൺ ചിരിച്ചുകൊണ്ട് പറയുന്നു അവൾ പൂർണ്ണയായ ആളല്ല, നീയും പൂർണ്ണനായ ആളല്ല. ലോകത്ത് ആരും അങ്ങനെയല്ല. പ്രധാന കാര്യം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചേർന്ന് പോകുന്നവരാണോ എന്നതാണ്. അത് കേട്ട വിൽ ആദ്യമായി മനസ്സ് തുറന്ന് ചിരിക്കുന്നു. ആ ദിവസത്തോടെ ഷോണിനെ ഒരു തെറാപ്പിസ്റ്റ് മാത്രമല്ല വിശ്വസിക്കാവുന്ന ഒരാളായും വിൽ കാണാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം വിൽ സ്കൈലറുടെ ഹോസ്റ്റലിൽ എത്തി ഇത്രയും ദിവസം വിളിക്കാതിരുന്ന
കണ്ടുമുട്ടുന്നതിന് ക്ഷമ ചോദിക്കുന്നു. വീണ്ടും ഒരുമിച്ച് സമയം ചെലവഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കഴിയില്ലെന്ന് സ്കൈലർ മറുപടി പറയുന്നു. കാരണം അവൾ ഒരു കഠിനമായ ഓർഗാനിക് കെമിസ്ട്രി പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വിൽ എങ്കിൽ നാളെ കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അധികം വൈകാതെ അവൻ വീണ്ടും തിരികെ വരുന്നു. ഒരു ചെറിയ പേപ്പറിൽ ആ പ്രോബ്ലത്തിന്റെ മുഴുവൻ ഉത്തരവും എഴുതി സ്കൈലറുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കണ്ട സ്കൈലർ അമ്പരന്ന് പോകുന്നു. ഇത്ര വേഗത്തിൽ അതെങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചെങ്കിലും വിൽ തമാശ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷം ഇരുവരും ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു. പിന്നീട് അവർ ഒരു ഡോഗ് റേസിംഗ് ട്രാക്കിൽ സമയം ചെലവഴിക്കുന്നു. സ്കൈലർ ആവേശത്തോടെ റേസ് കാണുകയും താൻ പണം വെച്ച് നായ ജയിച്ചതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. സംസാരത്തിനിടെ അവൾ വീണ്ടും വില്ലിന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുന്നു. തനിക്ക് 12 മൂത്ത സഹോദരന്മാരുണ്ടെന്ന് വിൽ വീണ്ടും കള്ളം പറയുന്നു. അവരെ ഒരിക്കൽ കാണണമെന്ന് സ്കൈലർ പറഞ്ഞപ്പോൾ പിന്നീട് കാണാമെന്ന് പറഞ്ഞ് വിൽ വിഷയം മാറ്റുന്നു. അതേസമയം മറ്റൊരു തെറാപ്പി സെഷനിൽ വിൽ ഷോണിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ ഭാര്യയെ കണ്ടുമുട്ടിയതിൽ ഒരിക്കലെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? പിന്നീട് ഒരിക്കൽ അവളെ നഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നാലും ഷോൺ ഒട്ടും ആലോചിക്കാതെ ഒരിക്കലുമില്ല എന്ന് മറുപടി പറയുന്നു. ശേഷം ഭാര്യയെ ആദ്യമായി കണ്ട ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അന്ന് റെഡ് സോക്സ് ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നായിരുന്നു. ആ മത്സരത്തിനുള്ള ടിക്കറ്റ് കിട്ടാൻ താനും സുഹൃത്തുക്കളും രാത്രി മുഴുവൻ കാത്തു നിന്നിരുന്നു. പക്ഷെ കളി തുടങ്ങുന്നതിന് മുൻപ് ഒരു ബാറിൽ വെച്ചാണ് പിന്നീട് ഭാര്യയായ സ്ത്രീയെ ആദ്യമായി കാണുന്നത്. അവളെ കണ്ട നിമിഷം തന്നെ മത്സരം കാണുന്നതിനേക്കാൾ അവളോടൊപ്പം പോകാനാണ് ഷോൺ തീരുമാനിച്ചത്. ഭാര്യയോടൊപ്പം ചെലവഴിച്ച 18 വർഷങ്ങളും അവൾ അസുഖമായിരുന്നപ്പോൾ അവളെ നോക്കിയ ദിവസങ്ങളുമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളെന്നും അദ്ദേഹം പറയുന്നു. അത് കേട്ട് വിൽ നിശബ്ദനാകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്കൈലർ വില്ലിന്റെ കൂട്ടുകാരെ കാണാൻ അവർ പോകുന്ന ബാറിലെത്തുന്നു. ചക്കിയും കൂട്ടുകാരും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എല്ലാവരും ചേർന്ന് തമാശ പറഞ്ഞും ചിരിച്ചും സമയം ചെലവഴിക്കുന്നു. സ്കൈലറും അവരുമായി പെട്ടെന്ന് ഇണങ്ങി പോകുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ വീണ്ടും വില്ലിന്റെ സഹോദരങ്ങളെ കാണണമെന്ന് പറയുന്നു. പക്ഷെ ഇത്തവണയും വിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. മറുവശത്തെ ലാംബോ ഷോണിനെ ഒരു ബാറിൽ കണ്ടുമുട്ടുന്നു. വില്ലിന് ഇതിനോടകം പല വലിയ കമ്പനികളിൽ നിന്നുമുള്ള ജോലി ഓഫറുകൾ വന്നിട്ടുണ്ടെന്നും ഇനി അവന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കേണ്ട സമയമായെന്നും ലാംബോ പറയുന്നു. പക്ഷെ ഷോൺ അതിന് തയ്യാറാവുന്നില്ല. ആദ്യം വില്ലിന്റെ മനസ്സിലെ മുറിവുകൾ മാറണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നു. വിൽ പോലൊരു പ്രതിഭ ലോകത്തിന് ആവശ്യമാണെന്നും അവന്റെ കഴിവ് പാഴാക്കരുതെന്നും ലാംബോ പറയുന്നു. പക്ഷെ ആരുടെയും ഇഷ്ടപ്രകാരം വില്ലിനെ നിർബന്ധിക്കരുതെന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം അവൻ തന്നെ എടുക്കട്ടെ എന്നും ഷോൺ ഉറച്ചു നിൽക്കുന്നു. ഇതിനിടെ ലാംബോ വില്ലിനായി ഒരു ജോബ് ഇന്റർവ്യൂ ഒരുക്കുന്നു. അതിനാൽ തന്റെ സ്ഥാനത്ത് ചക്കിയെ തന്നെ ഇന്റർവ്യൂവിന് അയക്കുന്നു. അവിടെ ചക്കി മനഃപൂർവ്വം തമാശ പറഞ്ഞും കളിയാക്കിയും അഭിമുഖം മുഴുവൻ കുഴപ്പത്തിലാക്കും. അവസാനം അവർ നൽകിയ കുറച്ച് പണം വാങ്ങി ബാക്കി കാര്യങ്ങൾ എന്റെ അഭിഭാഷകനോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതേസമയം വില്ലും സ്കൈലറും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയാണ്. സംസാരത്തിനിടെ സ്കൈലർ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നു. പഠനം കഴിഞ്ഞാൽ താൻ കാലിഫോർണിയയിലേക്ക് പോകുമെന്നും വില്ലും തന്റെ കൂടെ വരുമോ എന്നും അവൾ ചോദിക്കുന്നു. അത് കേട്ട വിൽ കുറച്ചുനേരം മിണ്ടാതിരിക്കുന്നു. പിന്നീട് അവൻ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം തന്റെ ജീവിതത്തിൽ അവൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും മനസ്സിലായാൽ അവൾ തന്നെ വിട്ടുപോകുമോ എന്ന ഭയമാണ് തനിക്കുള്ളതെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ കാലിഫോർണിയയിലേക്ക് വരാൻ കഴിയില്ലെന്നും വിൽ പറയുന്നു. പക്ഷെ സ്കൈലർ വിട്ടുകൊടുക്കുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് അവൾ നേരിട്ട് ചോദിക്കുന്നു. അപ്പോൾ വിൽ ദേഷ്യപ്പെടുന്നു. സ്കൈലർ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നും കുറച്ചുനാൾ കഴിഞ്ഞാൽ സ്വന്തം നിലവാരത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കുമെന്നും ഇപ്പോൾ തന്നെ പോലുള്ള ഒരാളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഒരു അനുഭവം മാത്രമാണെന്നും അവൻ ആരോപിക്കുന്നു. അത് കേട്ട് സ്കൈലർ കരയാൻ തുടങ്ങുന്നു. അച്ഛൻ മരിച്ചതിനാലാണ് ആ പണം കിട്ടിയതെന്നും ആ പണത്തേക്കാൾ ഒരു ദിവസം അച്ഛനോടൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവൾ പറയുന്നു. പിന്നീട് വിൽ പറഞ്ഞ കള്ളങ്ങളും അവൾ ഓർമ്മിപ്പിക്കുന്നു. വിൽ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ സ്കൈലർ അവനെ തടയുന്നു. അപ്പോഴാണ് വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന സത്യം വിൽ ആദ്യമായി പറയുന്നത്. താൻ അനാഥനാണെന്നും ചെറുപ്പത്തിൽ അനാഥ മന്ദിരങ്ങളിലാണ് വളർന്നതെന്നും സിഗരറ്റ് കൊണ്ട് ശരീരത്തിൽ പൊള്ളിച്ചതായും ഒരു വളർത്തമ്മ തന്നെ കുത്താൻ പോലും ശ്രമിച്ചതായും എല്ലാം അവൻ തുറന്നു പറയുന്നു. എന്നിട്ടും സ്കൈലർ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കും എന്നെ സ്നേഹമുണ്ടെങ്കിൽ അതൊന്ന് പറയൂ. പക്ഷെ വിൽ അവളെ നോക്കി എനിക്ക് നിന്നെ സ്നേഹമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുന്നു. സ്കൈലർ തകർന്ന മനസ്സോടെ അവിടെ തന്നെ നിന്നുകൊണ്ട് കരയുന്നു. അടുത്ത ദിവസം വിൽ പ്രൊഫസർ ലാംബോയെ കാണുന്നു. ലാംബോ പുതിയ ഗണിത സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വിൽ അതിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ ജോബ് ഇന്റർവ്യൂവിന് എന്തുകൊണ്ട് പോയില്ലെന്ന് ലാംബോ ചോദിക്കുന്നു. സ്കൈലറോടൊപ്പം ഡേറ്റിന് പോയതിനാൽ തന്റെ സ്ഥാനത്ത് ചക്കിയെ അയച്ചുവെന്ന് വിൽ പറയുന്നു. അത് കേട്ട് ലാംബോ ദേഷ്യപ്പെടുന്നു. അവർ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഗണിത പ്രബന്ധങ്ങൾ വിൽ തീയിട്ട് കത്തിക്കുന്നു. ലാംബോ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പല പേപ്പറുകളും കത്തി നശിക്കുന്നു. എന്നിട്ടും ലാംബോ ശാന്തമായി പറയുന്നു, ഈ ലോകത്ത് നിന്നെയും എന്നെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ്. ഞാൻ അവരിൽ ഒരാളാണ്. നിന്നെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. കാരണം നിന്നെ പോലൊരു പ്രതിഭ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടിട്ടും വിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദേശീയ സുരക്ഷാ ഏജൻസിയുടെ ജോലി അഭിമുഖത്തിൽ വിൽ പങ്കെടുക്കുന്നു. പക്ഷെ ആ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് അവൻ തുറന്നു പറയുന്നു. താൻ കണ്ടെത്തുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നിരപരാധികളായ ആളുകൾ പോലും കൊലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത്തരമൊരു കാര്യത്തിന്റെ
ഭാഗമാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് ആ അവസരം അവൻ നിരസിക്കുന്നു. അതിനുശേഷം വിൽ വീണ്ടും ഷോണിന്റെ അടുത്തേക്ക് തെറാപ്പിക്ക് എത്തുന്നു. ഷോൺ അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ആദ്യം വിൽ ചക്കിയുടെ പേരാണ് പറയുന്നത്. പക്ഷെ ഷോൺ പറയുന്നു, ചക്കി നിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷെ താൻ ചോദിച്ചത് അതല്ല. അപ്പോൾ വിൽ മരിച്ചുപോയ ചില തത്വചിന്തകരുടെ പേരുകൾ പറയാൻ തുടങ്ങുന്നു. അത് കേട്ട് ഷോൺ ചിരിച്ചുകൊണ്ട് പറയുന്നു, അവർ നിന്റെ ആത്മസുഹൃത്തുക്കളല്ല, അവർ പുസ്തകങ്ങളിലാണ്. പിന്നീട് അദ്ദേഹം വില്ലിനോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നു. നിനക്ക് ശരിക്കും ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹം? വിൽ തമാശയായി ആടുകളെ മേയ്ക്കുന്ന ആളാകണം എന്ന് പറയുന്നു. വീണ്ടും ഗൗരവമായി സംസാരിക്കാൻ വിൽ തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയ ഷോൺ അവനോട് പുറത്തു പോകാൻ പറയുന്നു. പോകുന്നതിന് മുൻപ് വിൽ വീണ്ടും ഷോണിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ ഷോൺ വീണ്ടും അതേ ചോദ്യം മാത്രം ചോദിക്കുന്നു. നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ഈ തവണ വില്ലിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അവൻ ശാന്തമായി പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം വിൽ സ്കൈലറെ വിളിക്കുന്നു. അവൾ കാലിഫോർണിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസാരത്തിനിടെ സ്കൈലർ വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ വിൽ അതിന് മറുപടി പറയുന്നില്ല. ഫോൺ വെച്ച ശേഷം സ്കൈലർ കാലിഫോർണിയയിലേക്ക് യാത്ര തിരിക്കുന്നു. വിൽ വീണ്ടും പഴയ പോലെ നിർമ്മാണ ജോലിയിലേക്ക് മടങ്ങുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ചക്കി വില്ലിനോട് മനസ്സിലുള്ള കാര്യം തുറന്നു പറയുന്നു. ലാംബോ ഒരുക്കുന്ന എല്ലാ ജോലി അവസരങ്ങളും നീ എന്തിനാണ് തള്ളിക്കളയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ജീവിതം മുഴുവൻ ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും ബോസ്റ്റണിൽ തന്നെ കൂട്ടുകാരോടൊപ്പം ജീവിച്ച് ഇതേ ജോലി ചെയ്ത് കുടുംബം നോക്കിയാൽ മതിയെന്നുമാണ് വിൽ പറയുന്നത്. അത് കേട്ട് ചക്കി ആദ്യമായി ദേഷ്യപ്പെടുന്നു. ഇനി 20 വർഷം കഴിഞ്ഞിട്ടും നീ ഇതേ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ സഹിക്കില്ല. നിനക്കുള്ള കഴിവ് ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്തേനെ. നീ ഒരു വലിയ അവസരത്തിന്മേലാണ് ഇരിക്കുന്നത്. പിന്നീട് അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. എല്ലാ ദിവസവും നിന്നെ വിളിക്കാൻ വീട്ടിലെത്തുമ്പോൾ ഒരു ദിവസമെങ്കിലും നീ അവിടെ ഇല്ലായിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. ഒരു യാത്ര പോലും പറയാതെ നീ അവിടെ നിന്ന് പോയിരിക്കണം. അതാണ് എനിക്ക് ശരിക്കും വേണ്ടത്. ചക്കയുടെ ആ വാക്കുകൾ വില്ലിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അതേസമയം ഷോണും ലാംബോയും വീണ്ടും തമ്മിൽ തർക്കിക്കുന്നു. ലാംബോയുടെ അഭിപ്രായത്തിൽ വിൽ ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ഷോൺ പറയുന്നു, ആളുകൾ ഉപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അവരെ അകറ്റുന്ന ശീലമാണ് വില്ലിനുള്ളത്. അത് അവന്റെ ബാല്യത്തിലെ മുറിവുകളുടെ ഫലമാണെന്നും അതിൽ നിന്ന് പുറത്തു വരാൻ ഇനിയും സമയം വേണമെന്നും അദ്ദേഹം പറയുന്നു. ഇതെല്ലാം വിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ലാംബോ അവിടെ നിന്ന് പോകുന്നു. ഷോണിന്റെ കയ്യിൽ തന്റെ കേസ് ഫയൽ കണ്ട വിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അതിലുണ്ടായിരുന്ന പഴയ ഫോട്ടോകൾ കണ്ട ശേഷം ഷോൺ തന്റെ ജീവിതത്തെക്കുറിച്ച് ആദ്യമായി തുറന്ന് സംസാരിക്കുന്നു. തന്റെ അച്ഛൻ മദ്യപാനിയായിരുന്നുവെന്നും വീട്ടിലെത്തിയാൽ അമ്മയെയും സഹോദരനെയും അടിക്കാതിരിക്കാൻ പലപ്പോഴും താനാണ് മുന്നിൽ നിന്നിരുന്നതെന്നും അയാൾ പറയുന്നു. അത് കേട്ട വിൽ ആദ്യമായി സ്വന്തം ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. ആളുകളെ വിശ്വസിക്കാൻ പേടിയാണെന്നും അവർ ഒരു ദിവസം തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന ഭയമാണ് എപ്പോഴും മനസ്സിലുള്ളതെന്നും അതുകൊണ്ടാണ് സ്കൈലറെയും താൻ അകറ്റിയതെന്നും അവൻ സമ്മതിക്കുന്നു. അപ്പോൾ ഷോൺ വില്ലിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കാര്യം പറയുന്നു. ഇതൊന്നും നിന്റെ തെറ്റല്ല വിൽ, എനിക്കറിയാം എന്ന് മറുപടി പറയുന്നു. പക്ഷെ ഷോൺ വീണ്ടും അതേ വാക്ക് ആവർത്തിക്കുന്നു. ഇതൊന്നും നിന്റെ തെറ്റല്ല. ആ വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വില്ലിന്റെ മനസ്സിൽ വർഷങ്ങളായി അടഞ്ഞെടുക്കുന്ന വേദന ഒടുവിൽ പുറത്തു വരുന്നു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷോണിനെ കെട്ടിപ്പിടിക്കുന്നു. വർഷങ്ങളായി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ വേദനയും ആ നിമിഷം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. അടുത്ത ദിവസം തന്നെ പ്രൊഫസർ ലാംബോ ഒരുക്കിയിരുന്ന കമ്പനികളിലൊന്നായ മക്നയിലേക്ക് വിൽ നേരിട്ട് പോകുന്നു. അവിടെ ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവൻ അറിയിക്കുന്നു. ശേഷം അവസാനമായി ഷോണിനെ കാണാൻ പോകുന്നു. ജോലി സ്വീകരിച്ച കാര്യം വിൽ പറയുമ്പോൾ അത് ശരിക്കും നിന്റെ മനസ്സിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ഷോൺ ചോദിക്കുന്നു. വിൽ അതേ എന്ന് പറയുമ്പോൾ ഷോൺ അവനെ അഭിനന്ദിക്കുന്നു. എന്നാൽ ആ തീരുമാനത്തിൽ ചെറിയൊരു നിരാശ ഷോണിന്റെ മുഖത്ത് കാണാം. എങ്കിലും അവസാനം അദ്ദേഹം ഒരു കാര്യം മാത്രം പറയുന്നു. മനസ്സ് പറയുന്നത് പോലെ ജീവിച്ചാൽ മതി. വിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഷോണിനെ കെട്ടിപ്പിടിക്കുന്നു. ഇരുവരും വികാരഭരിതമായി യാത്ര പറയുന്നു. അതിനുശേഷം വിൽ തന്റെ കൂട്ടുകാരെ കാണാൻ ബാറിലെത്തുന്നു. അവിടെ എല്ലാവരും ചേർന്ന് അവന്റെ ജന്മദിന സർപ്രൈസ് ഒരുക്കിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ചക്കിയും കൂട്ടുകാരും ചേർന്ന് സ്വന്തമായി നിർമ്മിച്ച ഒരു കാർ വില്ലിന് സമ്മാനിക്കുന്നു. ഇനി ജോലിക്ക് പോകാൻ ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് കാറിന്റെ താക്കോൽ അവർ വില്ലിന് കൈമാറുന്നു. വിൽ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. അതേസമയം പ്രൊഫസർ ലാംബോ ഷോണിനെ കാണാൻ എത്തുന്നു. ഇരുവരും തമ്മിൽ നടന്ന തർക്കത്തിന് അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു. അപ്പോഴാണ് ഷോൺ തന്റെ ഓഫീസ് ഒഴിയുകയാണെന്ന് ലാംബോ അറിയുന്നത്. കുറച്ചുനാൾ യാത്ര പോകാനാണ് തന്റെ തീരുമാനമെന്ന് ഷോൺ പറയുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതേസമയം വിൽ ഒരു കത്തെഴുതി ഷോണിന്റെ വീട്ടിലെത്തുന്നു. ആരും കാണാതെ ആ കത്ത് ലെറ്റർ ബോക്സിൽ ഇട്ട ശേഷം അവൻ തിരികെ പോകുന്നു. മുകളിലെ മുറിയിൽ നിന്ന് ഷോൺ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് കത്ത് തുറന്നു വായിക്കുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആ ജോലിയെക്കുറിച്ച് പ്രൊഫസർ ചോദിച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ കാണാൻ പോകേണ്ടി വന്നെന്ന് പറഞ്ഞാൽ മതി. അത് വായിച്ച് ഷോൺ ചിരിച്ചുകൊണ്ട് എന്റെ ഡയലോഗ് തന്നെ മോഷ്ടിച്ചല്ലോ എന്ന് പറയുന്നു. അതേസമയം ചക്കിയും കൂട്ടുകാരും പതിവ് പോലെ വില്ലിനെ കൂട്ടാൻ അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. ചക്കി പലതവണ വാതിലിൽ മുട്ടുന്നു. പക്ഷെ ആരും തുറക്കുന്നില്ല. അവൻ ജനലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ വീട് കാലിയായിരിക്കുന്നു. ആ നിമിഷം ചക്കയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നു. വർഷങ്ങളായി താൻ ആഗ്രഹിച്ച കാര്യം ഒടുവിൽ സംഭവിച്ചെന്ന് അവന് മനസ്സിലാകുന്നു. ഒന്നും പറയാതെ അവൻ തിരികെ കാറിൽ കയറുന്നു. അവസാന രംഗത്തിൽ വിൽ തന്റെ കാർ ഓടിച്ച് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയാണ്. അവന്റെ ലക്ഷ്യം കാലിഫോർണിയയാണ്. ജോലിക്ക് വേണ്ടിയല്ല, താൻ സ്നേഹിച്ച സ്കൈലറെ വീണ്ടും കാണാൻ വേണ്ടിയാണ്. അങ്ങനെ സ്വന്തം ഭയങ്ങളെ മറികടന്ന് സ്വന്തം ജീവിതം സ്വയം തെരഞ്ഞെടുക്കുന്ന വില്ലിന്റെ യാത്രയോടെ സിനിമ അവസാനിക്കുന്നു.